നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലച്ചുമോൾക്ക് ഒരു പട്ടുപാവാട മേടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ അടുത്ത ദിവസം നമുക്ക് അമ്പലത്തിൽ ഒരു താലമുണ്ട്. അപ്പോൾ ലച്ചുവിന് താലം എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മേടിച്ച അങ്ങനെ സെറ്റായിട്ട് കിട്ടുമല്ലോ, പാവാടയും ബ്ലൗസും പോയിട്ട് അങ്ങനെ മേടിച്ചൊരു മെറ്റീരിയലാണിത്. ഇതാണ് കേട്ടോ അതിൻ്റെ പാവാട വരുന്നത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ വർക്കൊക്കെ ഇങ്ങനെ ഒരു വർക്കൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ ഈ കരയുടെ അതേപോലെ തന്നെയാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത്. നല്ല രസമുണ്ട് കാണാൻ. ഇതാണ് അതിൻ്റെ ബ്ലൗസ്. കുഴപ്പമില്ല. പക്ഷേ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എനിക്ക് പറ്റിയ ഒരു അബദ്ധം അല്ലെങ്കിൽ ഞാൻ പറ്റിക്കപ്പെട്ടു എന്നൊക്കെ പറയാം, അത് നിങ്ങൾക്ക് കൂടെ വരണ്ടെന്ന് കരുതിയിട്ടാണ് പറയുന്നത് കേട്ടോ. നമ്മൾ ഇത് മേടിക്കുന്നത് ഇതാ കണ്ട, ഇത് 3 മീറ്റർ ഉണ്ട്. ഇത്രത്തോളം കാണുന്നത് ഇത് 3 മീറ്റർ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പാവാട മേടിക്കുന്നത്. പക്ഷെ ഒരിക്കലും നമ്മൾ കടയിൽ നിന്ന് അവർ പറഞ്ഞില്ല അതായത് ബ്ലൗസും പാവാടയും കൂടിയിട്ടാണ് 3 മീറ്റർ ഉള്ളത്. അത് 3 മീറ്റർ തികച്ചില്ല, ഒരു 2.5 മീറ്ററേ ഉള്ളൂ. ഇത് 1 മീറ്റർ ഉണ്ട്, ഇതൊരു 1.5 മീറ്ററേ ഉള്ളൂ. അപ്പോൾ മൊത്തം രണ്ടും കൂടിയിട്ടൊരു 2.5 മീറ്ററേ നമുക്കുള്ളൂ. ഇതൊരു 1.5 മീറ്ററും, അങ്ങനെ 2 മീറ്ററേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഇതിൽ 3 മീറ്റർ എന്ന് പറയുകയും ചെയ്തു. അപ്പൊ നിങ്ങൾ ഇതുപോലെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മൾ വലിയവർക്കൊക്കെ വേണ്ടിയിട്ട് പാവാടൊക്കെ എടുക്കുമ്പോൾ ഇതുപോലെ നമ്മൾ ടിഷ്യൂ ഇങ്ങനെ കട്ട് ചെയ്ത് മേടിക്കാതെ ഇതുപോലെ സെറ്റായിട്ട് മെറ്റീരിയൽ മേടിക്കുമല്ലോ. കടയിൽ നിന്ന് തന്നെ ഇതൊന്ന് നിവർത്തിയിട്ട് ഇതുപോലെ ടേപ്പ് ഉപയോഗിച്ചിട്ട് ഒന്ന് മെഷർ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് പറയുക. അപ്പൊ എന്തായാലും ഇതുപോലെ പറ്റിക്കപ്പെടില്ല. ഞാൻ എന്തായാലും അങ്ങനെ നോക്കിയില്ല. അപ്പോൾ പിന്നെ ലച്ചുവിനായതുകൊണ്ട് ഇതെന്തായാലും തികയും. അവൾക്ക് പിന്നെ അത്ര വേണ്ടല്ലോ. കുട്ടികളാകുമ്പോൾ പിന്നെ 3 മീറ്റർ തികച്ച് വേണമെന്നൊന്നുമില്ല. പക്ഷെ നമ്മൾ വലിയ ആളുകൾക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ മെറ്റീരിയൽ എടുക്കുമ്പോൾ അവിടെ തന്നെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് അളന്ന് മെഷർ ചെയ്ത് എടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പം എന്നാൽ ലച്ചുവിന് ഇത് കറക്റ്റ് ആവും. അത്യാവശ്യം നല്ല പ്ലീറ്റൊക്കെ ഇട്ടിട്ട് നമുക്ക് പാവാട തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ വളരെ എളുപ്പമായിട്ടാണ് ഞാൻ തയ്ക്കുക. അപ്പൊ ഞാൻ നമ്മുടെ യൂട്യൂബൊക്കെ നോക്കിയിട്ട് ആണ് തയ്യലും ഓരോന്ന് ചെയ്യാറ്. അപ്പൊ ഇതെങ്ങനെ വളരെ എളുപ്പമായിട്ട്, കാരണം നാളേക്കാണ് ലച്ചുവിന് പാവാട വേണ്ടത്. അപ്പൊ നാളേക്ക് വേണ്ടി വളരെ എളുപ്പമായിട്ട് ലച്ചുവിന് പാവാട തയ്ച്ചെടുക്കുകയാണ്. ബ്ലൗസും തയ്ച്ചെടുക്കണം. ഇത് ഓൾറെഡി നമുക്ക് ഇതിന് ലൈനിങ് ഉപയോഗിക്കേണ്ടതാണ്. പക്ഷെ ഞാൻ കാരണം ഇങ്ങനെ കുഴഞ്ഞ തുണി, അപ്പോൾ ഇത്ര കട്ടിയില്ല. പക്ഷെ ഞാനത് ലൈനിങ് ഒന്നും ഉപയോഗിക്കുന്നില്ല. അതിൻ്റെ ഉള്ളിൽ അവള് പെറ്റിക്കോട്ട് ഇടുന്നതല്ലേ, ഷിമ്മി ഇടുന്നതാണ്. അതുകൊണ്ട് അവൾക്ക് ഇതിൻ്റെ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. പിന്നെ പാവാടൊക്കെ പൊതുവെ അവർ അമ്പലത്തേക്ക് പോകുമ്പോഴോ അങ്ങനെയൊക്കെയാണ് ഇടാറ്. എവിടെയെങ്കിലും പോകുമ്പോഴൊന്നും അങ്ങനെ പട്ടുപാവാട ഒന്നും ഉപയോഗിക്കില്ല. അപ്പം അത് ലൈനിങ് ഉപയോഗിക്കുന്നില്ല ഞാൻ, ഉള്ളിൽ ഷിമ്മി ഇടുന്ന കാരണം. അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നതിൻ്റെ മുൻപ് ചെയ്യേണ്ട കാര്യം, ഒരുപാട് മടക്കുകൾ ഉള്ളതാണ് ഇതിന്. ആദ്യം ഒന്ന് നന്നായി അയൺ ചെയ്തെടുക്കുക. അയൺ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് അയൺ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ മെറ്റീരിയൽ നന്നായിട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ലച്ചുവിൻ്റെ അരവണ്ണത്തിൻ്റെ ഭാഗത്തിനാണ് ഇതിൻ്റെ പ്ലീറ്റ് ഇട്ട് കൊടുക്കേണ്ടത്. അതറിയാലോ. അപ്പോൾ ലച്ചുവിൻ്റെ അരവണ്ണം എന്ന് പറയുന്നത് 21 സെൻറ്റിമീറ്ററാണ്. ലച്ചു ഭയങ്കരമായിട്ട് നന്നായി മെലിഞ്ഞൊരു കുട്ടിയാണ്. അപ്പോൾ അവളുടെ അരവണ്ണം അത്രയേ ഉള്ളൂ കേട്ടോ, 21 സെൻറ്റിമീറ്റർ ഉള്ളൂ. അപ്പോൾ ഇനി ഞാനിത് പ്ലീറ്റ് എടുക്കുക എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ, ഈ ഒരു മെറ്റീരിയലിനെ നമ്മൾ ആദ്യം ഒന്ന് നടുമടക്കുക. ഇങ്ങനെ ചെയ്യണവരുണ്ടോയെന്ന് അറിയില്ല. ഇങ്ങനെ ആദ്യം ഒരു നടുമടക്കുക, പിന്നെ അതിന് ഒന്നുകൂടെ മടക്കി കൊടുക്കുക, എന്നിട്ട് ഒന്നുകൂടെ മടക്കുക, എന്നിട്ട് ഇതിനെ ഒന്നുകൂടെ മടക്കുക. ഇങ്ങനെ മടക്കിയതിന് ശേഷം ലച്ചുവിന് ഇതിന് നമ്മുടെ അരഭാഗത്ത് വേറൊരു കട്ടിങ് വേണമല്ലോ, വേറൊരു കഷ്ണം വെച്ച് തയ്ക്കേണ്ട. അത് ഇതിൽ നിന്ന് എടുക്കുന്നില്ല, ബ്ലൗസിൽ നിന്ന് എടുക്കുന്നുള്ളൂ കേട്ടോ. ആ ഒരു പച്ച കളർ കിടന്നോട്ടെ എന്ന് വിചാരിച്ചു, ഈ കളർ വേണ്ടെന്ന് വിചാരിച്ചു. അത് നമ്മൾ ഇത്രയും മടക്കിയില്ലേ. അതിന് ശേഷം നമ്മൾ കത്രിക എടുത്തിട്ട് ഈ ഭാഗങ്ങളെല്ലാം കൂടെ ചേർത്ത് പിടിക്കണം. ടിഷ്യൂ മെറ്റീരിയലായ കാരണം കറക്റ്റായിട്ട് കിട്ടുന്നില്ല. എല്ലാം കൂടെ ചേർത്ത് പിടിച്ചിട്ട് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഒരു അടയാളത്തിന് വേണ്ടിയിട്ടാട്ടോ ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇവിടെയും കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ 2 ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്യുന്നത് ജസ്റ്റ് ഒരു അടയാളത്തിന് വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഇതെങ്ങനെ കണ്ട, അപ്പോൾ ഇതിങ്ങനെ നിവർത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ എങ്ങനെ കണ്ടില്ലേ, ഇവിടെ ഒരു കട്ടിങ് വന്നിട്ടുണ്ട്, ഇവിടെ ഒരു കട്ടിങ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഒരു അടയാളമായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിവർത്തി നോക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അടയാളം അങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ കട്ടിങ് വന്നത് കാണാം. ഇവിടെ ഒരു കട്ടിങ് വന്നു, പിന്നത്തത് ഇവിടെയാണ് വന്നിട്ടുള്ളത്, പിന്നെ അത് ഇവിടെ വന്നു അങ്ങനെ. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ ഞെറിവെടുത്ത് തയ്ക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും.
എങ്ങനെ വെച്ചെങ്കിൽ ഈ ഒരു ഇതുണ്ടല്ലോ, ഈ ഒരു കട്ടിങ്ങും കൂടിയിട്ട് പിടിക്കുക. അപ്പോൾ ഒരു ഞെറിവ് കിട്ടി. പിന്നെ ഈ ഒരു കട്ടിങ്ങും കൂടിയിട്ട് പിടിക്കുക. അങ്ങനെ ഞെറിയെടുത്തിട്ട് തയ്ച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഞെറിയെടുക്കാനും ഒരേ അളവിന് ഞെറിവ് കിട്ടുകയും ചെയ്യും കേട്ടോ. നമ്മളിങ്ങനെ അളവ് എടുത്ത് തയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്കിതൊന്നും തയ്ച്ചെടുക്കാം കേട്ടോ. ഈ പട്ട് പാവാട തയ്ക്കാൻ വലിയ പണിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ തയ്ച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഇതിലെ വലിയൊരു ടാസ്ക് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചെങ്കിൽ ഈ പാവാടയുടെ ഈ ഞെറിവെടുത്ത് കറക്റ്റായിട്ട് അയൺ ചെയ്തെടുക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചുള്ള ഭയങ്കര ടാസ്ക്കാണ്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണിത്. ഒരാളിങ്ങനെ പിടിച്ചു തരാനുണ്ടെങ്കിൽ ഇപ്പം നമ്മളൊരു ഞെറിവ് ഇവിടെ ഇങ്ങനെ പിടിച്ചു, രണ്ടുപേരും ഒരാൾ ഇവിടെ ഇങ്ങനെ പിടിച്ച് തന്നിട്ട് നമുക്ക് അയൺ ചെയ്യാന്ന് വെച്ചാൽ കറക്റ്റായിട്ട് കിട്ടും. പക്ഷേ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളതുകൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ പട്ടുപാവാട തയ്ച്ചെടുക്കുക, ഈ തയ്ച്ചിട്ട് അയൺ ചെയ്യുന്ന കാര്യം. പക്ഷെ ഒരു പട്ടുപാവാട തയ്ച്ചിട്ട് ഏറ്റവും വൃത്തിയിൽ കിടക്കണമെന്നുണ്ടെങ്കിൽ അത് നന്നായി അയൺ ചെയ്താൽ മാത്രമാണല്ലോ ഒരു പട്ടുപാവാട നല്ല വൃത്തിയിൽ കിടക്കുള്ളൂ. അല്ലെങ്കിൽ ഇതിങ്ങനെ പൊന്തി നിൽക്കും, ഒരു ഭംഗി ഉണ്ടാവില്ലേ. അത് കറക്റ്റായിട്ട് ഇങ്ങനെ നല്ല വടിപൊത്ത് അയൺ ചെയ്തെടുത്താൽ നല്ല ഭംഗിയിൽ കുട്ടികൾക്ക് കിടക്കും. അപ്പം ഇനി ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ കുട്ടികൾ സുന്ദരികളായിട്ട് രാജകുമാരിയായിട്ട് ഒരുങ്ങുക എന്നുള്ളത് എല്ലാ അമ്മമാരുടെയും സ്വപ്നമാണല്ലോ. അപ്പം അവർക്ക് ഭംഗി വരാൻ വേണ്ടി നമ്മൾ കുറച്ചൊക്കെ കഷ്ടപ്പെടുമല്ലേ. അപ്പം ഇതെന്തായാലും ഞാനൊന്ന് അയൺ ചെയ്തെടുക്കട്ടെ, പറ്റുന്ന പോലെ നല്ല വൃത്തിയിൽ തന്നെ അയൺ ചെയ്തെടുക്കട്ടെ. ഈ ടിഷ്യൂ മെറ്റീരിയൽ നല്ലതല്ല, പട്ടുപാവാട ഏതെങ്കിലും ഒരു സിൽക്കി മെറ്റീരിയൽ ആയിരിക്കുമല്ലോ, അത് അയൺ ചെയ്യാനും കുറച്ച് പാടാണ്. പെട്ടെന്ന് അയൺ ബോക്സ് ഒക്കെ പിടിക്കും, പെട്ടെന്ന് ഉരുകി പോകാനും ചാൻസ് കൂടുതലാണ്. അപ്പം അത് ശ്രദ്ധിച്ച് അയൺ ചെയ്തെടുക്കണം. അപ്പം നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ പട്ടുപാവാട അയൺ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിത് ഇവിടെ ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്, കാരണം ഇതിന് പട്ട വെച്ച് അടിക്കേണ്ടതല്ലേ. അപ്പോൾ ഇത് പിൻ ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ പ്ലേറ്റൊക്കെ തെറ്റിപ്പോവും. അപ്പം ഞാൻ ഇതുപോലെ ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല വൃത്തിയിൽ തന്നെ നന്നായി അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു പട്ട വെച്ചിട്ട് ഒന്നുകിൽ ഇതിങ്ങനെ കൂട്ടി തയ്ച്ചു കൊടുക്കാം, ഇവിടെ ഇങ്ങനെ കൂട്ടി തയ്ച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നമുക്കിത് ഇങ്ങനെ ചുറ്റിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ക്ലിപ്പ്, നമ്മൾ റെഡിമെയ്ഡ് സാരിയൊക്കെ ചെയ്യില്ലേ, ഇതിവിടെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല. അപ്പം ഞാൻ വിചാരിക്കുന്നത് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം, കൂട്ടി അടിക്കണ്ട, കൂട്ടി ഇങ്ങനെ തയ്ച്ചു കൊടുക്കില്ലേ, അങ്ങനെ ചെയ്യേണ്ടെന്നാണ് വിചാരിക്കുന്നത്. ലച്ചുവിന് എങ്ങനെ ഇഷ്ടമെങ്കിൽ അതുപോലെ ചെയ്യും. ഓക്കെ, അപ്പം ഇനി നമുക്കിനി ഇവിടെ നിന്ന് പട്ട വെച്ചിട്ട് തയ്ക്കാം കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ പട്ടുപാവാട തയ്ക്കൽ കഴിഞ്ഞു. ഇനി അതിലേക്കുള്ള ബ്ലൗസ് തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ബ്ലൗസിൻ്റെ മെറ്റീരിയൽ. ആദ്യം ഇതൊന്ന് അയൺ ചെയ്തെടുക്കണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഇത് ലൈനിങ് വെച്ചിട്ട് തയ്ക്കേണ്ട ബ്ലൗസ് ആണ്. പക്ഷേ ഞാനിതിന് ലൈനിങ് ഒന്നും വെക്കുന്നില്ല, കാരണം ഇത് ലച്ചു അമ്പലത്തിലേക്കൊക്കെ പോകുമ്പോൾ എപ്പോഴെങ്കിലൊക്കെയാണ് പട്ടുപാവാട ഇടാറുള്ളൂ. അത് ഞാൻ അത്രയും നിർബന്ധിക്കണം. അവൾക്ക് അധികം ഇത്തരം ഡ്രസ്സിനോട് വലിയ താല്പര്യമില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതുപോലെ താലൊക്കെ എടുക്കുമ്പോൾ അമ്പലത്തിൽ പട്ടുപാവാടയാണല്ലോ എല്ലാവരും യൂസ് ചെയ്യുക, അതുകൊണ്ട് പട്ടുപാവാട എടുത്ത് കൊടുത്തതന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനൊരു ബ്ലൗസ് തയ്ക്കണം. അപ്പോൾ അധികം ഇറക്കമില്ലാതെ കുഞ്ഞതായിട്ട് കിടക്കുന്ന ബ്ലൗസാണ് തയ്ച്ചെടുക്കുന്നത്. പിന്നെ അവൾ തടിയില്ലാത്തതുകൊണ്ട് തന്നെ അധികം നമുക്ക് തുണി ആവശ്യമില്ല, ഒക്കെ വേസ്റ്റായി പോവേ ഉള്ളൂ. ഇതിൻ്റെ കുറച്ച് മതിയല്ലോ, അവൾ അത് തീരെ തടിയില്ലാത്തതുകൊണ്ട് കുറച്ച് മതി. അപ്പം ഇനി നമുക്കിതിൻ്റെ ബ്ലൗസും കൂടെ വേഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ സാധാരണ മോഡലായിട്ട് തന്നെ കേട്ടോ തയ്ച്ചെടുക്കുന്നത്, കൂടുതൽ എന്താ പറയുക, ഡെക്കറേഷൻസ് ഒന്നുമില്ല, പഴയ മോഡലായിട്ട് തന്നെയാണ് എടുക്കുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കയ്യിന് പകരം അങ്ങനെ ചെറിയ ഞെറിവ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ബ്ലൗസിൻ്റെ കഴുത്ത് റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത്, അത്രയൊക്കെ തന്നെയാണ്. പിന്നെ ബട്ടൺസ് ഒന്നും കൊടുക്കുന്നില്ല, അവൾക്ക് അത് അങ്ങനെ ഉടുപ്പിടുന്നത് പോലെ തന്നെ ഇടാൻ പറ്റും, ബട്ടൺസിൻ്റെ ആവശ്യമില്ല, അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ പെട്ടെന്ന് നമുക്ക് തയ്ച്ചെടുക്കുക, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഫൈനലി നമ്മുടെ ലച്ചുവിന്റെ ബ്ലൗസ് തയ്ച്ച് കഴിഞ്ഞു. കുഞ്ഞൊരു ബ്ലൗസ്, അതിന് കയ്യിന്റെ മോഡൽ ഇങ്ങനെയാണ് കേട്ടോ, ഇതുപോലെ ഇങ്ങനെ ഞെറി കൊടുത്തൊക്കെയാണ് കുഞ്ഞു ബ്ലൗസിന്. അപ്പൊ ലച്ചു നാളെ ഇത് ഇടും. നാളെ നമ്മുടെ അമ്പലത്തിലെ ഉത്സവമാണ്. ഉത്സവത്തിന് രാവിലെ കുട്ടികൾ മാത്രമായിട്ടുള്ള താലുണ്ട്, പൂത്താലം എന്ന് പറയും, കുട്ടികളുടെ താലുണ്ട്. അപ്പൊ താലത്തിന് ലച്ചുവിന്റെ ഡ്രസ്സാണിത്. ഇതാണ് ലച്ചുവിന് ഇടാനുള്ള ഡ്രസ്സ് കേട്ടോ. പട്ടുപാവാടയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ തവണത്തെ പൂത്താലത്തിന് ഇങ്ങനെ ട്രഡീഷണൽ ആയിട്ട് നമ്മളിങ്ങനെ കച്ച കുഞ്ഞാർച്ചയുടെ പോലെ കച്ചൊക്കെ എടുക്കില്ലേ,
കെട്ട് അങ്ങനെ നമുക്ക് പറയില്ലേ, അതുപോലെ ആയിരുന്നു അവരുടെ കോസ്റ്റ്യൂം ഉണ്ടാകുന്നത്. ഇത്തവണ ഇങ്ങനെ ഡ്രസ് കോഡൊന്നും ഇല്ല, ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാം. അപ്പൊ ലച്ചുവിന് ഞങ്ങൾ എടുത്തുള്ള ഡ്രസ്സാണ് ഇതിട്ട്. അപ്പൊ നാളെ ലച്ചു ഇത് ഇട്ടിട്ട് താലൊക്കെ എടുത്ത് നടക്കും. അപ്പൊ ഇതാണ് ലച്ചുവിന്റെ ഡ്രസ്സ്. ഇത് വളരെ എളുപ്പമായിട്ട് തയ്ച്ചെടുത്തതാണ്. അമ്മമാർക്ക് തയ്ക്കാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ, പെൺകുട്ടികളും ഉണ്ടെങ്കിൽ നമ്മൾ അവർക്ക് ഒരുപാട് മോഡൽ ഡ്രസ്സുകൾ തയ്ക്കൂല്ലേ. അപ്പൊ ഇനി ലച്ചുവിനും എനിക്കും ഒക്കെ ഇനി വേറെ വേറെ ഓരോ മോഡലുകൾ ഡ്രസ്സുകളൊക്കെ തയ്ക്കും. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെക്കും എല്ലാവർക്കും ബൈ ബൈ.